ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ അടുത്തിടെ മകൾക്ക് നേരെ ഷെഫീന ബീവി നടത്തിയ വളരെ മോശമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ ദയേക്കാൾ മുന്നേ മകൾക്ക് വേണ്ടി സംസാരിച്ചെത്തിയത് നടി മഞ്ജു പിള്ള തന്നെയായിരുന്നു. മകളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും അത്രയേറെ പിന്തുണയ്ക്കുന്ന അമ്മയായതുകൊണ്ട് തന്നെയാണ് ഷെഫീന ബീവിക്ക് കുറിയുള്ള മറുപടി മഞ്ജു പിള്ള നൽകിയ രംഗത്ത് വന്നത്. എന്നാൽ എപ്പോഴും ചിലരൊക്കെ മഞ്ജു പിള്ള വീഡിയോയ്ക്ക് താഴെ മകളുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ പരിഹസിച്ചുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെടാറുണ്ട്. അടുത്തിടെ പച്ച ചുരിദാർ ധരിച്ചു വരുന്ന മഞ്ജുവിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനു താഴെ ഒരാൾ കുറിച്ചത് അമ്മയുടെ കുറച്ച് തുണി മകൾക്കും കൊടുക്കാമായിരുന്നു എന്ന് തന്നെയാണ്. ആ കമന്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ ഫേസ്ബുക്ക് യൂസറായ റഫ്സീന നാസർ അഹമ്മദ് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയത്. സ്ത്രീയുടെ ലോകം കുറച്ചുകൂടെ വിശാലമാകുന്നത് 40കൾക്ക് ശേഷമാണെന്ന് റഫീല കുറിക്കുന്നു. കുശുമ്പുള്ളവരെയും മകളുടെ പേരിൽ പറഞ്ഞ് മഞ്ജു പിള്ളയെ കളിയാക്കുന്നവരും കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് എങ്ങനെയാണ്: സത്യത്തിൽ 40കളിൽ സ്ത്രീകളുടെ ലോകം കുറച്ചുകൂടി വിശാലമാകും, പക്വതയുള്ളതായി മാറും, മണ്ടൻ തീരുമാനങ്ങളെ തിരുത്തും, കാഴ്ചപ്പാടുകൾക്ക് ക്ലാരിറ്റി വരും, നിലപാടുകൾ ഉണ്ടാകും, ഒപ്പം ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ശരീരത്തെ ശ്രദ്ധിക്കും, ആരോഗ്യം മുഖ്യം ബിഗിലെ എന്ന നിർബന്ധത ബുദ്ധിയും ഉണ്ടാകും. അത് തന്നെയാണ് തോന്നുന്നു 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ ആളുകൾ നോക്കിയാൽ തോന്നുന്നതും. പച്ച കളർ ചുരിദാറിന് മുഞ്ചെത്തിയായി ചെറുപുഞ്ചിരിയുടെ കോൺഫിഡന്റോടുകൂടി തന്നെ നടന്നു വരുന്ന മഞ്ജു പിള്ളയെ കണ്ടാൽ കുറച്ചു നേരമൊക്കെ നോക്കി നിൽക്കാൻ തോന്നുമെന്ന് ആർക്കും പറയാം. കാരണം എന്താണെന്നോ, 40 കഴിഞ്ഞ വയസ്സിൽ അവർ അത്രയേറെ ഭംഗിയായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. 40കളിൽ സ്ത്രീകൾ കൂടുതൽ സുന്ദരിയാകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അഭിരാമി, ജ്യോതിക, മഞ്ജു വാര്യർ, മഞ്ജു പിള്ള, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഒന്നുകൂടെ മെലിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മൊഞ്ചത്തിയായി വരും. 40കളിലെ മാജിക് തന്നെയാണ് കേട്ടോ ഇത്. കുശുമ്പുള്ളവർ പുതിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കും. അമ്മയുടെ കുറച്ച് തുണി മോൾക്കും കൊടുക്കാമായിരുന്നു എന്ന ആ കമന്റിന് താഴെ ഒന്നുമില്ലാതെ കഴിഞ്ഞിരിക്കുകയാണ് ഈ കമന്റ്. മകളെ കുറിച്ച് ഒരമ്മയ്ക്കും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഏതോ ഒരു ബീബി പറഞ്ഞപ്പോൾ താൻ കരുതി എന്നാണ് മഞ്ജു കേസുമായി പോകുമെന്ന് തന്നെയാണ് താൻ കരുതിയത്. പോകേണ്ടതായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അവർ സംയമനം പാലിക്കുന്നു. കേട്ടതൊക്കെ വിധത്തിലുള്ള പ്രകോപനങ്ങളൊന്നും തന്നെ അവർ വീഴാറുമില്ല. ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഒരാൾക്ക് ഒരു പക്വതയുണ്ട് എന്നുകൊണ്ട് കാണിക്കുന്നതും. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം ഫ്രണ്ട്സ്.